എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് ഞാൻ പറയുന്നതിനേക്കാളും മുൻപ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എന്ന് പറയാലോ. കാരണം രാവിലെ തൊട്ടിട്ട് എൻ്റെ കോലമൊക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. രാവിലെ തൊട്ടിട്ട് ഞാനും കാണാൻ ഇവിടെ ബെഡിൽ തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടാളും കിടപ്പായിരുന്നു. ആർക്കട വയ്യാത്ത ആർക്കാ അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മയ്ക്ക് ഇന്നലെ തുടങ്ങിയതാണ്. ഒരു എന്താ പറയാ, തലയ്ക്ക് ഭയങ്കര കനവും തല ചുറ്റലും ആകെ ഒരുമാതിരി ബുദ്ധിമുട്ട്. എനിക്കറിയാം, എനിക്ക് വയ്യായികൾ അങ്ങനത്തെ തല ചുറ്റലും തലവേദനയും ക്ഷീണങ്ങളും ഒക്കെ വരുന്നതിൻ്റെ റീസണൊക്കെ എനിക്കറിയാം. ഞാനിങ്ങനെ ഓടിക്കൊണ്ട് നടക്കുമ്പോൾ അങ്ങോട്ട് ഓടിക്കൊണ്ടേ നടക്കും. ഒരു മിനിറ്റ് ഇരിക്കാണ്ട് പണികൾ തന്നെ എടുത്തുകൊണ്ട് നടക്കും. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്നെ ഈശ്വരനായിട്ടെന്നെ നിർത്തി തരാറുണ്ട് കേട്ടോ. അത് ആദ്യം മുതലേക്ക് എങ്ങനെ ഞാനിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ഓടി 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 നടന്ന് ഒക്കെ ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടും. അപ്പോൾ എനിക്ക് റെസ്റ്റ്, ഞാൻ കുറച്ച് ദിവസമൊക്കെ ഒന്ന് ഇരിക്കുക. പക്ഷെ അതിലൊക്കെ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ തട്ടലും മുട്ടലും വീഴ്ചകളും ഒടിവും ചതവും ഒന്നും ഇല്ലാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഇപ്പം ഞാൻ പറയാറുണ്ടല്ലോ, എനിക്ക് വീഡിയോസ് ഇടാൻ പോലും സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. മോൻ്റെ ഓരോ കാര്യങ്ങളാണെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും വേറെ എക്സ്ട്രാ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ ഓടി 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 പിന്നലൊക്കെ എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഭയങ്കര കനം, തല ചുറ്റാതെ ഇയർ ബാലൻസിൻ്റെ ആണോ BP ലോ ആവുന്നതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ BP ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ലോ ആവാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് ഞാൻ ഒരു പണി എടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലും തട്ടിക്കൂട്ടി അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ ചെയ്ത് ഞങ്ങളിവിടെ വന്ന് കിടന്നോട്ടെ. ഞാനും രാവിലത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും കടന്നും കിടക്കുന്നതാ. കടന്ന് ഫുഡ് കൊടുക്കാൻ മാത്രം ഞാൻ എണീക്കും, പിന്നെയൊക്കെ കിടക്കായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഞാൻ നല്ലപോലെ ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഓക്കെ ആവുമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിങ്ങനെ പകൽ കിടന്ന് ഉറങ്ങി ഒന്നാമത് ഇവിടുത്തെ എന്നെ കിടക്കുമ്പോഴേ ഞാൻ സ്വപ്നം കണ്ട് അച്ചുണ്ടാക്കി ഇത് പറയണ കണ്ട അമ്മേ ഞാനേ ഒന്നുറങ്ങിയപ്പോ ഇതാണേ. അപ്പൊ എനിക്ക് പേടി, ഇപ്പം മറ്റേ ആ കുറുവ സംഘമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടി തന്നെ കിടക്കാനായിട്ട്. ഒന്നാമത് ഈ വീടിന് വലിപ്പം ഉണ്ടല്ലോ അത്യാവശ്യം. അപ്പോൾ ഇവിടെ റൂമിൽ ഞാനും കടനും തന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ ഈശ്വരാ മോളിൽ കൂടെ എങ്ങാൻ വല്ലവരും കയറി വരും, വാതിലെങ്ങാൻ കുത്തിപ്പൊളിക്കും, അങ്ങനെയൊക്കെയുള്ള പേടി കാരണം എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു മനസ്സിൽ എന്തെങ്കിലും ഒരു ഇങ്ങനെ സംഭവം കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവില്ലേ. ഇപ്പൊ ഈ നേരത്തൊക്കെ കിടക്കാന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഈവനിങ് എന്ന് പറഞ്ഞാൽ 3:30 നേരത്തൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ സമയത്തൊക്കെ കിടക്കാന്നുണ്ടെങ്കിൽ കല്യാണി വരുള്ളൂ അങ്ങനെ നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും കിടന്നാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ തന്നെ. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പകലൊക്കെ ഞാനിങ്ങനെ പൊത്തുപോലെ കിടന്ന് ഉറങ്ങും ചിലപ്പോൾ. എനിക്കൊരു ടെൻഷനും ഇല്ല, കാരണം മക്കളാണെങ്കിൽ അമ്മയുണ്ട്, അമ്മ നോക്കിക്കോളും. അങ്ങനെ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ചേട്ടനുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. കാരണം ആള് ചിലപ്പോൾ ആളുടെ ഇഷ്ടത്തിന് പോയി അവിടെ കിടന്ന് ഉറങ്ങും, പിന്നെ മക്കളുടെ കാര്യം അഗതാവില്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കൊച്ചു ടെൻഷൻ ഇടില്ല വെച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ വെറുതെ കിടന്നു, ഉറക്കമൊന്നും നടന്നില്ല. അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് എണീറ്റ് ഫുഡൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഞാനും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഹാളിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, അയ്യോ ഇന്നത്തെ വീഡിയോ ഇട്ടില്ലല്ലോ, ഇന്ന് വീഡിയോ എന്തെങ്കിലും എടുക്കണ്ടേ. വേറെ ഒന്നും ഇപ്പൊ കണ്ടന്റ് ആക്കാൻ പറ്റിയതായിട്ട് ഒന്നുമില്ല. കണ്ണൻകുട്ടിക്കാണെങ്കിൽ എനിക്ക് അവനെ പിടിച്ച് എക്സസൈസ് ചെയ്യിക്കാനോ ഒന്നും പറ്റുന്നില്ല. എന്നും ഡെയിലി ഞാൻ അവനെ എക്സസൈസ് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ അവൻ ക്യാമറ ഓൺ ചെയ്ത് വെക്കുമ്പോൾ അവൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് അങ്ങനെ ഞാൻ വിചാരിക്കും. പക്ഷെ നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെക്കുമ്പോഴേ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്നും ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് വീഡിയോസ് എടുക്കാത്തത്. അത് ഞാൻ ക്യാമറ ഫോക്കസ് ചെയ്തിട്ട് വേണമല്ലോ ഞാൻ അവന് തെറാപ്പി ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന അയ്യോ എന്താണ് ഈ കാണിക്കുന്നത്? വായ തുറന്നു പോയി ചിലപ്പോൾ അടയ്ക്കാൻ അറിയില്ല ഞങ്ങൾക്ക്. അപ്പം എനിക്കിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണനെ എടുക്കാൻ വരെ പേടി, കാരണം ഞാൻ തനിച്ചല്ലേ ഇവിടെയുള്ളൂ. ഞാൻ കണ്ണനെ എടുത്തു, എനിക്ക് പെട്ടെന്ന് തന്നെ ഒന്നും തലച്ചിട്ട് ഞാനും കണ്ണനും കൂടെ വീണാലോ അല്ലേ, ആരും അറിയില്ല. ഞങ്ങളിവിടെ നിലത്തി കിടക്കും വീണ്. അതുകൊണ്ട് ഞാൻ പരമാവധി കണ്ണനെ ബെഡിൽ കിടത്തും, ഫുഡ് കൊടുക്കാൻ മാത്രം എടുക്കും. അത് കഴിഞ്ഞ് ആദ്യം കൊണ്ടുവന്ന് കിടത്തും. ഇപ്പം ഞാനും കണ്ണനും കൂടെ ഹാളിൽ പായ ഇട്ടിട്ട് അവനെ പായയിൽ കിടത്തി ഞാൻ അവിടെ ഇരുന്ന് TV ഒക്കെ വെച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല. അവനെ എടുത്ത് ഞാൻ എക്സസൈസ് ചെയ്യിക്കുകയാണ്. ഞാനിവിടെ ബെഡിലൊക്കെ നിന്ന് എക്സസൈസ് ചെയ്യിക്കണം. എനിക്ക് പെട്ടെന്ന് തലയൊക്കെ വെച്ചിട്ട് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ പണിയല്ല, ഒരു മനുഷ്യനില്ലല്ലോ.
ഇപ്പൊ ഞാനിതിൻ്റെ ഉള്ളിൽ വീണ് കിടന്നാൽ ഒരാളും അറിയില്ല കേട്ടോ, പുറത്തേക്കൊന്നും അറിയില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഫോണൊക്കെ കിട്ടണം എനിക്ക് ആരെങ്കിലും വിളിക്കാനോ അറിയിക്കാനോ ഒക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. അല്ല കാരണം പിന്നെ കണ്ണൻ ചേട്ടനുള്ളത് കാരണം കുഴപ്പമില്ല. കാണാൻ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. കാണാൻ ആരെയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ, ആരെയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ? അതിൽ കൂടെ കൊണ്ടുപോകും, വണ്ടി വന്നിട്ടുണ്ടെന്ന്. ആണാ ആണാ കണ്ണാ ഇവിടെ ആരെ പേടിത്തോണ്ടി ഉറക്കത്തിലൊക്കെ ഇടുന്ന് പേടിച്ചുണ്ടാക്കുന്നത് ആരാ? ഇത്ര വലിയൊരു ചേട്ടനെ അടുത്ത് കിടക്കുമ്പോഴാ പേടിക്കുന്നില്ലേ? ഇത്ര വലിയൊരു ചേട്ടനെ അടുത്ത് ചേട്ടന് രാത്രി എനിക്ക് എടുത്തിട്ട് നല്ല പട കൊടുക്കാൻ തോന്നേ ചേട്ടന്. അവര് രാത്രി ഉറങ്ങാണ്ടേ വെറുതെ ഇങ്ങനെ കുറുമ്പ് കാണിച്ചു കൊടുക്കും. ഇന്നെന്റെ കയ്യിൽ ഇടി കിട്ടുന്നു എനിക്ക് രാത്രി ഉറങ്ങിയില്ലേ ഞാൻ മര്യാദക്ക്. എവിടെ കാണുന്ന, എവിടെ കിടക്കുക രാത്രിയിൽ എവിടെ കിടക്കാറ്? എവിടെയാ കണ്ണവിടെ കിടക്കാറ് കേട്ടാ. നമുക്ക് നിർത്താം. അപ്പൊ എനിക്ക് ഇന്നിപ്പോ ഞാൻ അങ്ങനെ ഉറക്കം വരാണ്ടിരുന്നപ്പോ ഞാൻ കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എഴുതലും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നെറ്റിപ്പട്ടത്തിന്റെ കുറച്ച് അങ്ങനത്തെ ഇതിനൊക്കെ പിന്നെ ഇതിപ്പോ ചെന്നിരുന്നു കേട്ടോ. ഇനിയിപ്പോ കല്യാണം വരാറായി. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകണം, ഒന്ന് ടൗണിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ചേട്ടൻ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് ടൗണിൽ പോകാനായിട്ട് നിൽക്കാം. കുറച്ച് സാധനങ്ങൾ വാങ്ങണം, വേറെയും 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ അച്ഛൻ വരുമ്പോഴേക്കും നമുക്ക് ടൗണിലൊന്ന് പോവാം. ടൗണിൽ പോവാം, ടാറ്റ പോവാ. കാണുന്നുണ്ടോ ടാറ്റ? നല്ല മഴയായത് കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാം. പക്ഷെ അത്യാവശ്യ കാര്യമായത് കാരണം ഇറങ്ങും വേണം. എനിക്ക് സ്പീഡിൽ സംസാരിക്കാനും പറ്റുന്നില്ല ചില സമയത്തുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ചില സമയത്ത് എനിക്ക് എന്നെ കണ്ണ് കിട്ടുന്നൊക്കെ വിചാരിക്കും. ഇങ്ങനെ ഫുൾ ടൈം ഓടിക്കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് വയ്യാണ്ട. അപ്പം ഞാൻ വിചാരിക്കും 2 ദിവസം വീട്ടിൽ പോയി നിൽക്കും, അപ്പോൾ എനിക്ക് റെസ്റ്റ് കിട്ടുന്നൊക്കെ കരുതും. ഇവിടെ ആകുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും പണികൾ. അപ്പം എന്തായാലും വെക്കേഷൻ ആവട്ടെ, അമ്മാമ്മേൻ്റെ അടുത്ത് പോയി നിൽക്കണം കുറച്ച് ദിവസം അല്ലേ? വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് അമ്മാമ്മേൻ്റെ അടുത്ത് പോയി നിൽക്കാം കേട്ടാ. കണ്ണന് ഇവിടെയൊക്കെ കണ്ട മാന്തി പൊട്ടിച്ചൊക്കെ വെച്ചിട്ട് പൂച്ചക്കുട്ടി. കണ്ണനെ വൈകിട്ട് മേല് കഴിക്കുന്നില്ല, ഇവിടെ നല്ല തണവാണേ. അപ്പൊ ഞാൻ കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റില്ല, സ്കൂൾ വിട്ട് വരുന്നല്ലേ. അപ്പൊ അവൾക്ക് ചൂടുവെള്ളം വെച്ചിട്ട് അങ്ങനെ കണ്ണനെ ഞാൻ ഇന്നലെ ഭയങ്കര തണുവായിരുന്നു. അപ്പൊ ഞാൻ കണ്ണനെ ചൂടുവെള്ളത്തിൽ തുടച്ചു കൊടുത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് മതി, ചിലപ്പോൾ തണുപ്പൊക്കെ തട്ടുമ്പോൾ എന്തെങ്കിലും വയ്യാണ്ടൊക്കെ വന്നാലോ. അപ്പൊ ഇന്നും കണ്ണനെ ചൂടുവെള്ളത്തിൽ തുടച്ചൊക്കെ കൊടുക്കുന്നുള്ളൂ. ഈവനിങ് കാലത്ത് കുളിപ്പിച്ചത് തലയും മേലൊക്കെ കുളിപ്പിച്ചു. ഇനിയിപ്പോൾ ഈവനിങ്ങിൽ ഞാൻ അങ്ങനെ നല്ല തണവുള്ള ദിവസങ്ങളിൽ അതിന് ചെയ്യുന്നൊക്കെ നല്ല തണവാണ് ഇവിടെ. അപ്പം അങ്ങനെ ചെയ്യുന്നുള്ളൂ അല്ലേ? വേറെ പണികളൊന്നും ഇല്ല. ഈവനിങ്ങിൽ ചോറും ഒക്കെ രാവിലെ ഒരു വിധത്തിൽ തട്ടിക്കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി തുണികൾ ഇടാനുണ്ട്, മുകളിൽ പോയിട്ട് തുണികൾ ഇടണം. അത് ഞാൻ റിസ്ക് എടുക്കുന്നില്ല, ഞാൻ കയറുന്നില്ല. നൈറ്റിൽ ചേട്ടൻ കൂടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. കാരണം എനിക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ടുള്ള ഒരു സ്റ്റാമിന ഇല്ല. ഇപ്പോൾ റിസ്ക് എടുക്കണ്ട. തന്നെയുള്ളപ്പോഴൊക്കെ മുകളിലൊക്കെ കയറിപ്പോയി അവിടെ എന്തെങ്കിലും BP ലോ ആകുമ്പോഴേ ചില സമയത്ത് എനിക്ക് എന്നെ പിടിച്ചാൽ എൻ്റെ ഇവിടെയൊക്കെ കണ്ടില്ല ഒരു മുറിഞ്ഞ പാടൊക്കെ ഇതിങ്ങനെ BP ലോ ആയിട്ടൊക്കെ വീണിട്ടൊക്കെ പറ്റിയിട്ടുള്ളതാട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഞാൻ വീണ് പോവേ. അപ്പോൾ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുറയും. എനിക്ക് കൂടില്ല, BP കൂടുന്ന പരിപാടി ഇല്ല. വളരെ ചുരുക്കം എനിക്ക് BP കൂടാറുള്ളൂ. പക്ഷെ BP ഭയങ്കരമായിട്ട് അങ്ങോട്ട് താഴ്ന്നു പോവും. താഴ്ന്നു പോകുമ്പോൾ നമ്മൾ ആകെ അങ്ങോട്ട് തളർന്നു പോകും, നമുക്ക് നമ്മൾ തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ അങ്ങനെ ഇന്നലെ എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല, ഇപ്പോഴും ആ ഒരു കിറുക്ക് പോണില്ലേ തലേന്ന്, ഇങ്ങനെ ഒരു മന്ദത. നമ്മൾ 2 കുപ്പിയൊക്കെ അടിച്ചിട്ട് നടക്കില്ലേ, ആ ഒരു ഇത് അല്ലേ? കാരണം ആരാടെ 2 കുപ്പി അടിച്ചേ? ആരാടെ 2 കുപ്പി? അവനൊക്കെ എന്നെയാണ് ഇവനൊക്കെ പറയുന്നത്. ഈ ചെറുക്കൻ കണ്ണനാണ് അടിച്ചത്. കണ്ണൻ അടുന്നുണ്ട്. കണ്ണൻ കള്ളു പിടിച്ചിടാ. നീ ഇതിവിടെ അപ്പുറത്ത് ഷാപ്പുണ്ടേ, അവൻ 2 കുപ്പി അടിച്ചിരിക്കാവേ. അവനെ അടുന്നുണ്ട, അവനെ അടുന്നുണ്ട്. നിങ്ങൾ കണ്ട ഒരാട്ടല്ലേ കണ്ണന്? കണ്ട അമ്മേ നല്ലോണം അടിച്ചിട്ടുണ്ട്. 2 കുപ്പിയൊന്നല്ല, ഇവന് 5-6 കുപ്പി എടുത്ത് പടച്ചുകൊണ്ട് തോന്നുന്നു. അവനാടുന്നു. എനിക്ക് ഈ കണ്ണച്ചക്കൻ്റെ അടുത്തിരുന്ന് ഞാൻ നല്ല വയ്യായി പോകുന്നു. ഇവിടെ കിടന്നിട്ട് അത് ഇവനെന്നെ ഓരോന്ന് കളിയാക്കും, ഞാനിവനെ ഓരോന്ന് കളിയാക്കും. ഇങ്ങനെ കിടന്ന് ഉറക്കൊക്കെ പോയി. ഈ ചക്കൻ്റെ അടുത്തിരുന്ന് എല്ലാ വയ്യായി മാറുന്ന പോലെ അല്ലോട് ചേക്കോ. ആരുടെ 2 കുപ്പി അടിച്ചേ? ആരുടെ 2 കുപ്പി അടിച്ചേ?
ആരാ കള്ളു പിടിച്ചേ? ആരാടെ കള്ളു പിടിച്ചേ? കള്ളാരാടെ പിടിച്ചേ? ആരാ കള്ളു പിടിച്ചേ? ആരാ? ക്യാമറ. നിങ്ങളാണ് കള്ളു പിടിച്ചത്, ഞങ്ങളൊന്നും ഉള്ളത്. ആട് കണ്ട കടന കടന്നു വേണ്ട, കടന കടന്നു വേണ്ട, കണ്ടാ കള്ളു പിടിച്ചിട്ടാണ് നിക്കാൻ പറ്റില്ലായിരുന്നു. കണ്ടാ ഞാൻ കണ്ട കണ്ട കണ്ട് കണ്ടപ്പോ എന്തിട്ടൊക്കെ എന്റെ പയ്യുന്നത്. അപ്പൊ കണ്ടപ്പോ എന്തിട്ടൊക്കെ പയ്യുന്നത്. ഓ ഓ എന്നിട്ട് പറയുന്നത് ചായ വെച്ച പോയിട്ട് ചായ വയ്ക്കാ. കല്ലു ചേച്ചി വരാറായി. അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട നീ, അങ്ങോട്ട് നോക്കണ്ട നീ. അപ്പൊ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. കുറച്ചും കൂടെ ഉഷാറായിട്ട് വരാം. ഇപ്പൊ ഞാൻ ഓക്കെ. രാവിലെ ഒന്നും എനിക്ക് ഒട്ടും തല പൊന്തുന്നുണ്ടായിരുന്നില്ല അല്ലേ. അപ്പൊ ചാറ്റ പറഞ്ഞേ നിർത്തണ്ടാന്ന് കണ്ടേ. നാളെ വരാന്നൊക്കെ പറഞ്ഞു കണ്ണനൊരു ചാട്ടം. നമുക്ക് നാളെ കാണാന്ന് പറയും. ടാറ്റാ, ബൈ ബൈ, ചിയു, ടാറ്റാ ടാറ്റാ. നമുക്ക് നാളെ കാണാം കേട്ടോ.